Friends, intro ചെറിയ intro ആണ്. Intro ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ intro ആണ്. അപ്പോൾ സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്ന Boya-M1 ന്റെ കിടിലൻ ഇൻഫോർമേഷനും അൺബോക്സിങ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ നന്ദു ടെക് യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നന്ദു. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാത്ത തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് റോൾ. സോ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ, അതായത് ബോക്സും പിന്നെ ഒരു മാനുവൽ കാർഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്യാരണ്ടീൻ്റെ കാർഡുമാണ് ലഭിക്കുന്ന ഒരു ഡീറ്റെയിൽസ് ഗൈഡ് ലൈൻസ് ബുക്കും, ഗൈഡ് ലൈൻസ് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ട പിന്നെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം തരുന്ന ആ ഒരു ബുക്കും പിന്നെ ഗ്യാരണ്ടി കാർഡും ഇതെല്ലാം നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. ആ പൗച്ചിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് നമ്മളെ ആ പൗച്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് കിട്ടുന്നത് ഒരു മെയ്ക്ക് വരുന്നുണ്ട്. ആ മെയ്ക്കിൻ്റെ കൂടെ തന്നെ വരുന്ന സെപ്പറേറ്റ് സാധനമുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ ആ മെയ്ക്കിൽ ഘടിപ്പിക്കുന്ന ആ ഒരു സ്പോഞ്ച് മാതിരിയുള്ള സാധനം. ആദ്യം വിചാരിച്ചത് ക്ലിപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നോക്കുമ്പോൾ ക്ലിപ്പ് മെറ്റലാണ് വരുന്നത്. ക്ലിപ്പ് മെറ്റലായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പൗച്ച് വെക്കുന്ന മെയ്ക്കിൻ്റെ ആ ഒരു സാധനം വരുന്നത് മെറ്റലല്ല, പ്ലാസ്റ്റിക്കിൻ്റെയാണ് ചില വരുന്നത്. 150 രൂപേൻ്റെ സാധനത്തിനല്ല, പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതും മെറ്റലാണ് തന്നിരിക്കുന്നത്. പിന്നെ വയറ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ലെങ്തി കൂടുതലായിട്ട് ഏകദേശം ഒരു 1.5 മീറ്റർ വരുന്ന ഒരു വയറാണ്. 1.5 മീറ്റർ അല്ല, അതിനും കൂടി ജാസ്തി ഉണ്ടാവും വയറ്. ഏറ്റവും നല്ലൊരു ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് നമുക്ക് വർത്താനം പറയാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ റൂമിൽ കുറച്ചും കൂടി അങ്ങോട്ടും ക്യാമറ വെച്ചിട്ട് എനിക്ക് വർത്താനം പറയാൻ പറ്റും. ആ ഒരു ലെവലിലാണ് ഇതിന് വരുന്നത്. ഐ മീൻസ് ആ ഒരു ലെവലിലേക്ക് വരെ ഇത് വരുന്നുണ്ട്, ലെങ്ത് വരുന്നുണ്ട്. ഈ വയറിന്റെ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് ബാറ്ററി ഇട്ടിട്ട് ഇതിന് പ്രവർത്തിപ്പിക്കാൻ പറ്റും. സ്മാർട്ട് ഫോണിൽ തന്നെ വെക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഓണും ഓഫും വരുന്നുണ്ട്. അതിന്റെ ആ നടുക്കുള്ള സാധനമുണ്ട്, അതിന്റെ ക്ലാരിറ്റി ആക്കിയിട്ട് നമ്മൾ ഈ മെയ്ക്കിലേക്ക് വിടുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോയ മെയ്ക്കാണ്. അതിൻ്റെ ഇൻഫർമേഷൻ ആണ്. ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലിപ്പ് ഓൺ മൈക്ക് ഫോർ സ്മാർട്ട് ഫോൺ, DSLR ക്യാമറ കോഡ്സ്, ഓട്ടോ റെക്കോർഡ്, PC എക്സെട്ര. ഇത് എല്ലാത്തിലും, ക്യാമറയിലും സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പ് PC എല്ലാത്തിലും നമുക്ക് ഇത് കുത്തിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. നമ്മൾ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് ഇപ്പോൾ എല്ലാം അവരെല്ലാം പല ഗെയിമിങ്ങിനായാലും എന്തിനായാലും ഇപ്പോൾ മെയ്ക്ക് വേറെ തരത്തിലാണ് കുത്തിയിട്ടെല്ലാം വർത്തനം പറ്റുന്നത്. ഞാൻ എൻ്റെ അതേപോലെ തന്നെ ഒമ്നി ഡയറക്ഷൻ കൺസിഡർ മൈക്രോഫോൺസ്. അതായത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് മൈക്രോഫോൺസ് എന്ന് പറഞ്ഞ ഒരു ഇയർഫോൺ. ഇതിലേക്ക് നമുക്ക് ഇത് കുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം തന്നിരിക്കുന്നത്. ഈ ഒരു സാധനം അതിനാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അറ്റം വന്നിട്ട് ഇതിൽ കുത്തിയിട്ട് നമുക്ക് ഇതിൽ നമുക്കത് കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ മെയ്ക്ക് മാതിരി യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അങ്ങനെ ആ ഒരു ക്വാളിറ്റി ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഹൈ ക്വാളിറ്റി കൺസിഡർ ഇൻ ഡീൽ ഫോർ വീഡിയോ യൂസ്. അതായത് ഹൈ ക്വാളിറ്റിയിൽ നമുക്കിത് യൂസ് ചെയ്യുന്നതിൽ വരാൻ പറ്റും. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് പോവാം. ചെറിയൊരു കാര്യങ്ങളെല്ലാം പറയാം. ലെങ്തി മീറ്റർ ആണ്. പിന്നെ ഇത് നമുക്ക് ഓണാക്കി വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയിലാണ് നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓഫാക്കി കഴിഞ്ഞാൽ മേക്ക് ഓഫ് ആവില്ല. അതിൻ്റെ ഒരു മിഷനാണ്. അതിൻ്റെ നടുക്കിൽ വരുന്ന ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിഷനായിട്ടാണ് വരിക. അതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സൗണ്ട് ഫോണിലോട്ട് ഈ ഒരു ആ വയറിലോട്ട് വന്നിട്ട് ആ നടുക്ക് കാണുന്ന ആ ഒരു മിഷനിലോട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത്. അങ്ങനെയാണ് കേൾപ്പിച്ച് തരുന്നത്. ഞാൻ പറയുമ്പോൾ ഇതിലോട്ട് അങ്ങനെ വന്നിട്ട് ആ സൗണ്ട് വന്നിട്ട് ആ ഒരു നടുക്കിലുള്ള ആ ഒരു മിഷനിൽ ബാറ്ററി ഉണ്ട്, അതിലോട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് നേരെ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് ആ സൗണ്ടാണ് ഇത്രയും ക്ലാരിറ്റിയോടെ കേൾക്കുന്നത്. പിന്നെ ഈ നിങ്ങൾ വേറെ ഉള്ളതൊന്നുമില്ല, കാരണം ബ്ലൂടൂത്ത് മാതിരി ഉള്ളതൊന്നുമില്ല. കാരണം പുറത്തുനിന്ന് വരുന്ന നോയ്സ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ എന്താ പറയുക, പുറത്തുനിന്ന് വരുന്ന നോയ്സ് കേൾക്കുന്നുണ്ടാവില്ല. എന്നാലും ഈ ഒരു പൗച്ച് ഇട്ടുകൊണ്ടാണ് ആ ഒരു നോയ്സ് ക്ലിയർ ചെയ്യുന്നത്. ഫുൾ നോയ്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പുറത്ത് നടക്കുന്ന നല്ല ഒച്ചയിലും വരുന്നുണ്ടെങ്കിൽ നോയ്സ് ക്ലിയർ ചെയ്യേണ്ടതൊന്നും ഈ ഒരു സാധനത്തിനില്ല, ഈ ഒരു മെയ്ക്കിനില്ല. എന്നാലും നല്ലൊരു ക്വാളിറ്റിയുള്ള മെയ്ക്കാണ്. അതേപോലെ സ്പെസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ മെല്ലെ നോക്കി പോയാൽ മതി. ഓക്കെ, ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടും. ഓക്കെ,
കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം ഇത്ര തന്നെയാണ്. ഇതിൻ്റെ ലെങ്തി കൂടിയതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമമായിരിക്കും. നിങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് ഈ മേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വെക്കുക. ലോങ് ലെങ്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് ചുരുട്ടി വെച്ച ഒരു വയറുണ്ട്, ആ വയറ് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മേക്ക് ഫസ്റ്റ് യൂട്യൂബേഴ്സിനെല്ലാം യൂസ് ചെയ്യാൻ നല്ല എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി മേക്ക് തന്നെയാണ് എൻ്റെ ഒരു കൺസിഡർ. DSLR-ലും PC-യിലും ലാപ്ടോപ്പിലും എല്ലാത്തിലും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നല്ല ഗിഗാഹെർട്സ് ഉണ്ട്, പുറത്തത്തെ നോയ്സിന് പകുതി മാക്സിമം തടയാൻ പറ്റിയ നോയ്സിനെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുകയാണെങ്കിൽ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് ഈ ഒരു മേക്ക് കിട്ടിയിരിക്കുന്നത് 1800 സംതിങ് എല്ലാം ഉണ്ട്, 1300 നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം. ഞാനിത് ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ആ മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. CR കമ്മ്യൂണിക്കേഷൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഷോപ്പ്. ആ മൊബൈൽ ഷോപ്പിൽ പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ സാധനങ്ങളല്ല യൂട്യൂബിൽ നിന്ന് വാങ്ങുന്ന ഓരോ സാധനങ്ങളെല്ലാം ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങി അൺബോക്സിങ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പം എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സജഷൻ ചെയ്യുന്നുണ്ട്, കാരണം ഫസ്റ്റായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു മേക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ആയിട്ട് യൂട്യൂബിലേക്ക് വരുന്നവർക്കും അല്ലാത്തവർക്കും ഓൺലൈൻ ആയിക്കോട്ടെ എന്ത് യൂസിങ്ങിനും ഇതൊരു നല്ല ബെറ്ററാണ്. അപ്പോൾ ഒരു ഓൺലൈനിൽ ക്ലാസ് നടക്കുന്നെല്ലാം അവർക്കെല്ലാം കുത്തി വെച്ചിട്ട് കേൾക്കാനും കാണാനും എല്ലാം അടിപൊളിയാണ്. ആക്ച്വലി ലാപ്ടോപ്പുള്ളവർക്ക് മാത്രമേ, കാരണം ലാപ്ടോപ്പിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വോയിസ് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇന്ന് ഇത്ര വരെ ഉള്ളൂ. എൻ്റെ പുതിയ സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരിക്കും മിസ്റ്റർ നന്ദകുമാർ signing out. Bye.